സുബ്രഹ്മണ്യം, എത്ര നേരം ലെറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു? ഇതാ തീർന്നു. ഇനി എടുത്താമേ. സ്വാമി, മാനേര് വിളിക്കുന്നു. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ലെറ്റർ. ഈ ലെറ്റർ മുഴുവൻ രോഹിണി അടിച്ചിട്ട് എന്തിനാ ചോദിച്ചത്? പറയാലോ. അത് സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി. അപ്പോ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ ഒരു അർച്ചന കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് തോന്നിയാസം കാണിക്കാൻ സാറിനിത്. സോറി സാർ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു. ഇല്ല സാർ. നമസ്കാരം മുതലാളി. മെല്ലെ 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 ഇറക്ക്, മെല്ലെ. പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം. ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് തുളച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ? ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മുതലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്ത് തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്യോ മുതലാളി? പിന്നെ കഞ്ഞി കുടിക്കാൻ മഴയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും ഇതറിയാൻ എതിർക്കും. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ 4 ഇരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ്, വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാ. അയ്യോ വിശ്വാമിത്ര മഹർഷി, ശവിക്കല്ലേ. ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യയല്ലോ ആണ്. ആത്മാർത്ഥത എന്നെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. കിരിക്കാട് തിരച്ചിൽ പൊറി എനിക്ക് മടുത്തു. മുതലാളി, ആകെ 5 എണ്ണല്ലേ? എന്ത് അസ്ത്രം? 2 എണ്ണം ഉണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം രംഗത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ തെരഞ്ഞെടുത്തോ എന്തോ നിങ്ങൾക്ക് വേണ്ടാത്തതിന് ഞമ്മക്ക് അതേ കാണിച്ചു തരട്ടെ. ഇപ്പൊ കാണിച്ചു തരാം. ആ കമലം ഇരിക്കൊന്നും വേണ്ട, കാശിങ്ങ് തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി? ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് എന്നൊക്കെ നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം, എടുപിടിയും ഒരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കും ആലോചിക്കുക. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ? ഒന്നുമില്ല, ഞാൻ പല്ല് വെച്ചില്ല. അപ്പൊ എത്ര വേണ്ടതാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 65 രൂപ. ഇത് 250 ഉള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ. ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇനി ചോദിക്കാൻ ചെന്ന അവന്മാരെന്നെ തല്ലും. കാശ് മുഴുവൻ അഡ്വാൻസ് മേടിച്ചിട്ടില്ലേ സ്റ്റേജിൽ കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ. മക്കി സുബ്രഹ്മണ്യല്ലേ പാട്ടി? உள்ள இருக்கு. ஐயோ ஐயோ நாசம் பண்ணிட்டானே கடவுளே, இந்த வீட்டோட ஐஸ்வர்யம் எல்லாமே போச்சு. ஐயோ கடவுளே, நான் என்ன செய்வேன்? ஐயோ பாட்டி, என்ன ஆச்சு பாட்டி? இதோ பாருடா, இந்த பாவிக்கு என்ன கொடுமை பண்ணிருக்கேன் நீயே பாருடா. என்ன பண்ணிருக்கு? நான் ஒன்னும் பண்ணல. எந்த முடுப்பேர அம்மச்சியான நான் ஒன்னும் செய்தில்லை. செய்யலையா? செய்யல. இந்த மூளையோட காலில என்ன போட்டிருக்குன்னு பாருடா. காலில் செருப்பு. அது தெரியாம போட்டிருக்கும் பாட்டி. அது எப்படி தெரியாம போடுவோம்?
தப்பு பண்ணிட்டு தெரியாம சொன்ன எப்படி என்ன மாத்து மாதிரி முழிச்சிட்டு இருக்கு பதில் சொல்லு பண்ணினது தப்புதானே தப்பு தப்பு எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன் அந்த ஆளு பாவம் பாட்டி தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன் அதப்படி உனக்கு தெரியும் உங்க எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதேன்னு இதோ பாரு பாட்டி நீ தான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ணா அது தப்பு இல்லைன்னு அதனால இந்த ஆளை மன்னிச்சிட்டு பாவம் முதல்ல அதை எடுத்து வெளியில போட சொல்லு ஐயோ ஏதோ அதை எடுத்து புறத்துட்டோம் அருவிட்ட முண்டம் പാട്ടി ശങ്കര ഒന്ന് നിന്നോ എന്തേനെ ഈ കരിവാട് കിളവി ഇവിടെ ഉള്ളപ്പോ എന്തിനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത് പാട്ടി ഒരു പഴഞ്ച മനസ്സ് ആദ്യം ഒരു ചാവട്ട് എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ സ്വാമി അയ്യോ മഹാഭാവം പറയരുത് എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റ് ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോർഡ് എഴുതി തൂക്കി പല പരട്ട കിളവി ചാവിയില്ല ഒന്നും പറയരുത് എവിടെ പോന്നോളൂ എല്ലാത്തിനും വഴിയുണ്ടാക്കുന്നേ അല്ല ഫസ്റ്റ് പടി താത്തേരെ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക മൃദംഗം കൊള്ളാമല്ലോ സ്വാമി ഇത് വിക്കില്ല താത്തയെ ഞാനും വായിച്ചു പഠിച്ചതാ ഇരിക്കും ഇതും അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെയും 10 തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ആദ്യം ഈ സ്വിച്ച് കളയണം അയ്യോ പാട്ടി ഞാൻ പോവേ പ്രേമിക്കണ്ട പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ പന്തര് പറഞ്ഞാലും പാട്ടി 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 ശരണം കെട്ട ജൂല കുടുമി മുറിക്കാം ഈ കണ്ണാടി മാറ്റ് അയ്യ ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല സ്വാമിക്ക് പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷനിലൊക്കെ വയ്ക്കാം പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ഡ്രസ്സും പാന്റ് ഷർട്ടും ഇടണം അയ്യോ എന്തൊരു കീയേ താൻ ശരിയാവൂല അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയണ പോലെ എന്നെ കേൾക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാന്റ് ഇട്ട രോഹിണി എന്നെ നോക്കോ പാന്റ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തളങ്ങി പോരും അത് വേണ്ട രോഹിണി മാത്രം മതി മതിയെങ്കിൽ മതി ശരി പക്ഷേ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർമാര് സിനിമാ നടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത് ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാം ശങ്കര ഗുരുദോഷം പാട്ടിയെ പറഞ്ഞു പാട്ടിലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു 10 രൂപ വേണം സ്വാമി ഇറങ്ങിയോളം അതിനകത്തൊന്നും ഇല്ല ഇത് നിൽക്കുമോ എന്നെയും കിട്ടുമൊന്നും വേണ്ട സ്വാമി തികഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം ഇതോ പറയാൻ പാട്ടി എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ചാക്കില്ലറ അന്നെ പട്ടത് നീ വള എന്തായാലും ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് രോഹിണിക്ക് എന്നെ അടിക്കോ ഒന്നോ രണ്ടോ അടിച്ചോ പക്ഷേ ഇറങ്ങടോ ഇറങ്ങടോ എനിക്ക് തെറ്റിപ്പോയ ആശാനെ കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല എന്ത് പറ്റി പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും ആരും ഒപ്പിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്നത് പോണ അവിടുത്തെ ഒരു പണി എടുക്കുന്നുണ്ടില്ലേ അവിടെ ഇരുന്നാ മതി നിങ്ങൾ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഭാസ്കരോ എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ ഉവ്വ് ഉവ്വ്. അല്ലാതെ നമ്മൾ രണ്ടാമത് ഡി എഫ് എൽ സൈറ്റ് നമുക്ക് ഇതുവരെ കടിക്കുന്നുണ്ടോ ഇല്ല. എന്താ വെച്ച് കാര്യം വെച്ചാ പറ
കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, ആ കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ വെച്ചാ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആരുടെ? ആളാരണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി? എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞപ്പോ കേൾക്കാത്ത ഇവൻ വെറുതെ പറയുന്നത് അത് നല്ല കുട്ടിയാ. പോണാവുന്നു ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. തേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം കൊണ്ടേ? എന്താണ് ഞങ്ങളെ കണ്ട്? അല്ല, നിങ്ങൾ കണ്ടല്ലേ, പടച്ചോനാണ് മുത്തു മോനെ ആരോട് പറയുന്നത് കേട്ടോ. അയാൾക്ക് കൂടി പിടിയും വലിക്കായിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. ഇത് അങ്ങനെയുള്ള പിടിയും വലിയൊന്നല്ല. പിന്നെ എന്റെ ഒരു സുഖമുള്ള പിടിയും വലിയാണ്. എന്തായി? എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഇപ്പൊ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കയറി വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. നിങ്ങളെങ്ങനെ വിചാരിച്ചത്? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. അറിയാമെന്നേ പറഞ്ഞല്ലേ, പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുന്നത് നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. ഞാനില്ല.